ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഖലീഫ നമ്മൾ ഇന്നലെ ഇതിന്റെ വീഡിയോ ചെയ്തതും പറഞ്ഞാണ്. ഇന്ന് 10 മണിക്ക് ഇതിന്റെ ഫസ്റ്റ് ഗ്ലിംസ് അല്ലെങ്കിൽ ടീസർ എന്നൊക്കെ നമുക്ക് പറയാം, ബ്ലഡ് ലൈൻ എന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഖലീഫ ഗ്ലിംസ് ദ ബ്ലഡ് ലൈൻ. പൃഥ്വിരാജ് സുകുമാരൻ, വൈശാഖ്, ജിനു വി എബ്രഹാം, ഇതാണ് ഇതിന്റെ ടീമായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ മ്യൂസിക് എടുത്തു പറയണം, ജെയ്ക്സ് ബിജോയ് ആണ്. അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. പ്രൊഡക്ഷൻ ജിനു വി എബ്രഹാമും സുരാജ് കുമാറും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. റിട്ടൺ ജിനു വി എബ്രഹാം. പുള്ളിയാണ് അത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വേറൊരു സംഭവം പറയാനുള്ള, ജോമോൻ ടി ജോർജ് ആണ് DOP, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. എന്തായാലും കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞു കേട്ടിരുന്ന ഒരു പടമാണ്, കുറേ ലാഗ് വന്നിട്ടുള്ള പടമാണ്. ഇന്ന് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വീണ്ടും ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ കണ്ടു നോക്കാം. 2 മിനിറ്റ് 51 സെക്കൻഡ് ആണ് ദൈർഘ്യം. റെഡി. In what seems like a plot straight out of a movie script, police and customs officials have unearthed a multi-million-dollar gold smuggling racket operating out of the Middle East through networks in London, Nepal and Kerala. Though details remain unclear, an arrest... പെട്ടല്ലതിന്റെ ആമിർ ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്തെ എവിടവൻ കാലെടുത്ത് വെത്തിയാലും അപ്പ പൊക്കി അകത്തിടാം. അതാ ഈ കോഫി പോസ്റ്റഡ് ഒരു ഗുണം. 1, 2, ready for the showdown! പണിക്കർ സാർ എങ്ങക്കറിയോ ഈ നാട്ടിൽ എങ്ങനെ കൊഫെ പോസ ഉണ്ടായെന്ന്? വടക്ക് സുക്കൂർ നരയൻ ബാക്കിയും ഹാജി മസ്താനും, ഇടത്തേക്ക് മുതലിയാരും, പിന്നെ മാമ്പറയ്ക്കൽ അമ്മദാലി. അന്നീ 4 ആളെയും കൊണ്ട് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസ്സിസ് ഗാന്ധി. അങ്ങനെ ഒരു 74 പാർലമെന്റ് കൊഫെ പോസ പാസ്സാക്കുന്നത്. എന്നിട്ട് ആ പോസയമേൽ ഒരു 1/2 മണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തിടാൻ ഓരെക്കൊണ്ടായിട്ടില്ല സാറേ. ആ അമ്മദാലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്. ഈ ബസ് നിന്ന സീൻ നമ്മുടെ നോബഡി. പോലെ സിനിമാസ് 2026 പണിയെടുത്തിട്ടുണ്ട്, അത് ഉറപ്പാണ്. കാരണം വൈശാഖ്, ഇത് വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്കിപ്പോ മാർക്കോ കണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ വരാനുള്ളത് മാർക്കോ പോലെ തന്നെ ആവാൻ സാധ്യതയുള്ള, എന്താ പറയാ, നമ്മുടെ പടത്തിന്റെ പേരെന്താ നോക്കോ, മറ്റേ കാട്ടാളൻ 2 സമയം വരാനുണ്ട്. മാർക്കോ സ്റ്റൈൽ പരിപാടി കുറെ സ്ഥലത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു പക്ക വയലൻസ് ആക്ഷൻ മൂവി ആ രീതിയിൽ വരുന്ന, എന്നാൽ വൈശാഖ് ഫിലിം ആയതുകൊണ്ട് ആക്ഷൻ മാത്രമായിട്ട് പോകുന്ന സിനിമ ആവില്ല. എന്നാൽ ആക്ഷൻ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ മാർക്കോ എന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് വരാനുള്ളത് അത് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം മാർക്കോ കണ്ടതിന് ശേഷം ആണ് ഇതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുള്ളത്. പുള്ളി ആദ്യം വെച്ച പ്ലാനിംഗ് നിന്ന് മാറ്റി ആക്ഷൻ ഇങ്ങനെ പിടിക്കാം, ഇതിൽ കുറച്ച് പരിപാടികൾ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് തോന്നുന്നു. ആൻഡ് ആ ബസ് എന്നുള്ളത് കണ്ടിട്ട് എനിക്ക് കറക്റ്റ് നോബഡി ഫീൽ ചെയ്യുന്നുണ്ട്. നോബഡി ഫീൽ ചെയ്യാൻ വേറൊന്നുമല്ല, ലെങ്ത് ലോങ് ഷോട്ടൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെ ഈ തലക്കുന്ന ബസ്സിന്റെ അങ്ങനെ ഇരിക്കുന്ന ആളെ ഷൂട്ട് ചെയ്തിട്ടൊക്കെയുള്ള പരിപാടികൾ. ആൻഡ് ആക്ഷൻ പൃഥ്വിരാജിന് നമ്മൾ പഴയ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ആക്ഷന് പ്രത്യേകത ഉണ്ടെന്ന് എപ്പോഴും തോന്നി. കൈ ഇങ്ങനെ പോണ സാധനമാണെങ്കിലും, ആ നിൽക്കുന്ന സാധനമാണെങ്കിലും, ആ ഇടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സാധനമാണെങ്കിലും, അതൊക്കെ ഒരു വൃത്തീസം അതിൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ സ്വപ്നക്കൂട് ടൈപ്പ് പരിപാടികളുള്ള ഒരു ചെറിയൊരു ആ ഒരു ഒച്ചായന്റെ ഒരു ചെറിയ സാധനം എവിടേക്കോ ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. അത് എനിക്ക് മൊത്തം തോന്നിയെന്ന് അറിയില്ല, എനിക്കെന്തോ കണ്ടിട്ട് അങ്ങനെ തോന്നി.
പിന്നെ ഈ ഗോൾഡ് സാധനം പിടിച്ചിട്ടുള്ളത് നമ്മുടെ ഇപ്പൊ വന്നിട്ടുള്ള പടം ഉണ്ടല്ലോ നമ്മുടെ അയ്യോ ലാസ്റ്റ് പടം ഏതായിരുന്നടാ, നമ്മുടെ ലോകേഷിന്റെ പടം പൊട്ടി കൂലിയിൽ ചെയ്ത പോലെ ആമിർ അലി ഇതിന് ഗോൾഡിൽ മറ്റു സാധനം ഗോൾഡ് സാധനം കൊടുത്തിട്ടുള്ളതൊക്കെ അതിന് ഇൻസ്പയർ ചെയ്ത പോലെ അങ്ങനെ എല്ലാം കൂടി ഇൻസ്പിറേഷൻ കുറെ സ്ഥലത്ത് നിന്ന് എടുത്ത പോലത്തെ ഒരു ഫീല് എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു. ബട്ട് മോസ്റ്റ് ആണെന്നല്ല പറയണത്, നമ്മൾ അത് കണ്ടുകൊണ്ടായിരിക്കാം ഇത്രയും സിനിമകൾ കണ്ടുകൊണ്ട് അതേ ജോണറിൽ പോകുന്ന അല്ലെ അതേ രീതിയിലുള്ള മേക്കിംഗ് സ്റ്റൈൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കാം. അതുപോലെ ആ കത്തി ഇങ്ങനെ എടുത്തിട്ട് കത്തി കൊണ്ട് കുത്തി ഉള്ള സാധനം നമ്മളിപ്പോ മാർക്കോ തന്നെ എടുക്കുകയാണെങ്കിൽ മാർക്കോയിൽ ആ സ്റ്റെപ്പും കയറി പോകണല്ലോ, അതായത് എന്നെ കുറെ വലിച്ചു കയറിയാണ് ഇനി ഇവിടെ ഞാൻ മതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടല്ലോ. അത് കുറെ തെരുവ് നായ്ക്കൾ എന്നെ കടിച്ചു കയറുന്നുണ്ട് കുറെ കാലമായി, ചെന്നായ്ക്കൾ എന്നെ കടിച്ചു കയറുന്നത് കുറെ കാലമായി, ഇനി ഇവിടെ ഞാൻ മതി എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റ് ഉണ്ടല്ലോ. സ്റ്റെപ്പ് കയറി കിട്ടില്ല ഫൈറ്റ് ആയിരുന്നു മാർക്കോയിലെ. അപ്പൊ ആ ഒരു ടൈപ്പ് സാധനം പിടിച്ച അത് മാർക്കോയിൽ മാത്രമല്ല, നമ്മൾ വേറെയും കുറെ ഹോളിവുഡ് സിനിമകൾ എടുക്കുകയാണെങ്കിലും എസ്പെഷ്യലി എടുക്കുകയാണെങ്കിൽ കൊറിയൻ ഫിലിംസ് ഒക്കെ കാണുകയാണെങ്കിൽ അതിൽ ആക്ഷൻ ഫിലിംസിൽ കൂടുതലും കാണുന്ന ഒരു സംഭവമാണ് ഈ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ പോയിട്ട് അവിടെ നിന്ന് കത്തിക്കൊണ്ടുള്ള ആ ഫൈറ്റ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് മൊത്തത്തിൽ കുറെ ഇൻസ്പയർഡ് ആയിട്ട് എടുത്തുള്ള കുറെ സംഭവങ്ങൾ പോലെ ഫീൽ ചെയ്തെങ്കിൽ പോലും ഇത് വിചാരിച്ചതിനേക്കാൾ എത്രയോ ഫാർ ബെറ്റർ ആണെന്ന് വേണം പറയാൻ. കാരണം ഞാനിതൊരു ഇപ്പോ വൈശാഖ് അത്രയും കാലം മുമ്പ് ചെയ്തൊരു കഥ എന്ന് പറയുമ്പോൾ തന്നെ ഒരു താൻ തോന്നി സ്റ്റൈൽ സാധനം പിടിച്ചിട്ടുള്ള പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അതെന്ന് പക്ഷെ മേക്കിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വൈശാഖ് ഫിലിം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയില്ല. വൈശാഖ് ഫിലിം അറിയാലോ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ആക്ഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് എടുക്കുന്ന ആളാണ്, നല്ല ഫ്രെയിംസ് ഉണ്ടാവാറുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള പരിപാടി ഉണ്ടാവാറുണ്ട്. ബട്ട് ഇതൊരു സംതിങ് ഡിഫറെന്റ്. ഈ പറഞ്ഞ പോലെ ഫ്രെയിംസും ഒക്കെ അടിപൊളിയാണ്, ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണെങ്കിൽ പോലും വൈശാഖ് ചെയ്യുന്ന സിനിമയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ അത് നല്ലതായി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പൃഥ്വിരാജ് ആക്ഷൻ ചെയ്യുന്നതിൽ ഗംഭീരമായിട്ട് ആക്ഷൻ ചെയ്യുന്നത് നല്ലതാണ് നമുക്കറിയാം. ബട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സ്പീഡ് ഉള്ള സാധനങ്ങൾ കാണിക്കണം നല്ലതായിരുന്നു. ഇതിലൊരു സ്പീഡ് അങ്ങനെ കൈ ഇങ്ങനെ പോയി ഇടിച്ച് വീണ്ടും ഇങ്ങനെ പോയി ഇടിച്ച് അതൊരു കുറച്ച് ഓൾഡ് ടൈപ്പ് ഓഫ് സാധനമാണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ ഇത്തരം സാധനങ്ങൾ ഇത്തരം ഫ്രെയിംസിൽ ഫാസ്റ്റ് ആയിട്ടുള്ള സാധനം കാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ തന്നെ ആ ഇടിച്ചിട്ട് ബസ് കാര്യമാണ് പറഞ്ഞത്, ആ ഇടി ഭയങ്കര സ്പീഡായിട്ട് നേരെ വന്ന് കുഴങ്ങിക്കൊണ്ട് ഇരുന്നിട്ട് ഉള്ള സാധനമൊക്കെ ആണെങ്കിൽ ഞാനിത് പറയുന്നത് അവരെക്കാൾ അറിയുന്നതല്ല. കുറെ സിനിമകൾ കാണുമ്പോൾ അത്തരം ഒരു കുറച്ചും കൂടി ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ നന്നാകുമായിരുന്നു എന്നുള്ളൊരു ആസ് എ പ്രേക്ഷകൻ നമ്മൾ മറ്റുള്ള സിനിമകൾ കണ്ടിട്ടുള്ള അറിവിൽ മാത്രം പറയുന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇപ്പൊ ആക്ഷന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഗ്ലിംസ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള ബിൽഡപ്പ് ആമിർ അലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വൈശാഖ് ഫിലിം എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൽ വേറെ എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ഫാമിലി ഓറിയന്റഡ് സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവന്റെ ബാപ്പാനെ പണ്ടെന്ന് പിടിച്ചിട്ട് കിട്ടിയില്ല മിസ്സസ് ഗാന്ധിക്ക് എന്ന് പറഞ്ഞത്. അപ്പോ അയാളുടെ കഥ വരാനുള്ള സാധ്യത ഉണ്ട്. അതെന്തുകൊണ്ട് ഒരു കണക്ഷൻ എന്തായിരുന്നു, മകൻ എന്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ ഇവിടെ ഫാമിലി എന്തായിരുന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൊരു പക്ഷെ പറഞ്ഞു പോകുമായിരിക്കാം, അതൊക്കെ ഉണ്ടാവുമായിരിക്കാം. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഖലീഫ കാണുന്നത്. കുറച്ചു മുമ്പ് വരെ ഞാൻ എന്താണെന്ന് കണ്ടറിയണം, എങ്ങനെ ആളുകൾ എടുക്കും എന്നുള്ളത് കണ്ടറിയാം. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഗ്ലിംസ് ട്രെയിലോ കണ്ടിട്ട് അടിപൊളിയാവും അല്ലെങ്കിൽ മോശമൊന്നും പറയാൻ കഴിയില്ല. ബട്ട് ഗ്ലിംസ് കണ്ട എക്സ്പീരിയൻസ് നമുക്ക് നോക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മേക്കിംഗ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് ഫീൽ മിനിമം കിട്ടുന്ന ഒരു സിനിമയായിരിക്കും ഖലീഫ എന്ന് തന്നെയാണ് തോന്നുന്നത്. ആ ഖലീഫ ടൈറ്റിൽ ചെയ്ത സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഇന്ദ്രൻസിന്റെ കഥാപാത്രം ആ ലുക്കും ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ കുറെ പുറത്തുനിന്നുള്ള കുറെ ക്യാരക്ടേഴ്സ്, ബോക്സിംഗ് റിങ് കാര്യങ്ങൾ, അതുപോലെ ആ ഇത് പിന്നെ കണ്ട് മടുത്തു കേട്ടോ. അത് മരം മുറിക്കണ മെഷീൻ കൊണ്ട് ഉള്ള പരിപാടി കണ്ട് മടുത്ത വേറെ കാര്യം. കാരണം കുറെ ആയിട്ട് ഹോളിവുഡിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദി ഫിലിംസിൽ കുറെ, അത് ബോളിവുഡ് സിനിമകളിൽ കുറെ വരുന്നുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് കണ്ടു തുടങ്ങി. സോ അത് കുറച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ആളുകളുണ്ടല്ലോ, ആ ബോഡിയുള്ള ആളുകളും മറ്റേ ഒരു സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ കൊറിയൻ അല്ലെങ്കിൽ എന്താ പറയാ അവരിപ്പോ ഏത് രീതിയിൽ നമ്മൾ പറയും, ആ ആളുകളുണ്ടല്ലോ, കുറച്ചാൾ അമേരിക്കൻ അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരൊക്കെ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് ഇത് സഹായിക്കുന്നുണ്ട് അത്തരം ഫ്രെയിംസ്. സോ എന്തായാലും ഖലീഫ കൊള്ളാം, നന്നായി വരട്ടെ. ഇന്ന് 6 മണിക്ക് വിലായത്ത് ബുദ്ധ വരാനുണ്ട്. അതാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. വിലായത്ത് ബുദ്ധ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിലിമാണ്. പക്ഷെ അതിലൊരു പാട്ടാവാനുള്ള സാധ്യത, ഗ്ലിംസ് ആയിട്ട് തന്നെ വരുന്നതെങ്കിൽ പാട്ടാവാനുള്ള സാധ്യത. അല്ലാത്ത ടീസർ അടിപൊളിയായിരുന്നു. ഇതല്ല ട്രെയിലറോ മറ്റെന്തെങ്കിലും സംഭവമാണെങ്കിൽ വേറെ ലെവലായിരിക്കും. സോ ഖലീഫയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ